ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലീവ്, ബട്ട് ക്രൈസ്റ്റ് ഹു ലീവ്സ് ഇൻ മീ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതിനുള്ള കാരണം പൗലോസ് പറയുന്നത് ഇങ്ങനെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിശ്വാസികളായ നാം എല്ലാവരും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യം അത്രേ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നത്. അത് നാം എവിടെയും ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയും. കാരണം ആ കാര്യത്തിൽ നമുക്ക് അത്രമാത്രം ഉറപ്പുണ്ട്. എന്നാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിനോടൊപ്പം നാമും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പലപ്പോഴും നാം ഓർക്കാറില്ല, ചിന്തിക്കാറില്ല, അത് ഗൗരവമായി എടുക്കാറുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന്. നാം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുക നിമിത്തം പഴയതുപോലെ സംസാരിക്കുവാനോ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ നടക്കുവാനോ കഴിയുകയില്ല. ഇനി ജീവിക്കുന്നത് നാമല്ല, ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നത്. ഈ ഒരു തിരുവചന സത്യം മനസ്സിലാക്കിയവരാണ് സമർപ്പണത്തോടെ ഇങ്ങനെ പാടുന്നത്, യേശുവേ അങ്ങ് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ അങ്ങ് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എന്ന്. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നാം അംഗീകരിക്കുന്നത് വരെ നാം നമുക്കായും നമ്മുടെ ഇഷ്ടപ്രകാരവും ജീവിച്ചു. ആരും ചോദിക്കാനില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ക്രിസ്തുവിലായിരിക്ക നിമിത്തം ഇനി നാം ജീവിക്കുന്നത് നമുക്കായിട്ടല്ല. പൗലോസ് പറയുന്നത് പോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആകുന്നു. നാം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വകയാകിയാൽ നമുക്ക് വേണ്ടി ജീവിക്കുവാൻ അവകാശമില്ല. ക്രിസ്തു നമ്മിൽ മഹത്വപ്പെടത്തക്കവണ്ണം അവിടുന്ന് നമ്മിൽ വാഴേണം. അവിടുന്ന് പറയുന്നത് പോലെ നാം ജീവിക്കണം. ഞാൻ എന്ന സ്വയത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഭാവം നമ്മിൽ നിന്നും നീക്കി ക്രിസ്തു രാജാവായി നമ്മിൽ വാഴട്ടെ. ക്രിസ്തു നമ്മിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മിൽ വ്യാപരിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഈ ജീവൻ മരിച്ചാലും ജീവിക്കുന്നതാണ്. അതത്രേ നമ്മെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഞാനെന്ന ഭാവം നമ്മിൽ പൂർണ്ണമായും ഇല്ലാതെയാകുകയും ക്രിസ്തു നമ്മിൽ പൂർണ്ണമായും രാജാവായി വാഴുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയുകയുള്ളൂ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന്. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം, യേശുവേ അങ്ങ് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ അങ്ങ് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. Have a blessed day.